ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നല്ല ഒരു മീഡിയം വലിപ്പമുള്ള ചെമ്മീനും കൊണ്ടാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല ഇട്ടാണ് ഇന്ന് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ പോണത്. ചിക്കൻ മസാല ഇട്ട് നിങ്ങൾ ആരും ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടെങ്കിലും ഫ്രൈ നോക്കും. പിന്നെ ഇതിങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ തോലൊക്കെ പൊളിച്ച് നല്ല കുട്ടപ്പന്മാരാക്കി എടുക്കണം. ഞാൻ തല വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ, പണ്ടൊന്നും ഞാൻ തല വെക്കുമല്ലായിരുന്നു. ഇപ്പം ഞാൻ തല വെക്കാൻ തുടങ്ങി. കുറച്ച് നാളായതുകൊണ്ട് തലയും കൂടെ കഴിക്കാമെന്ന് അറിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞരമ്പും ആ ഉള്ളിലൊരിത് കിട്ടില്ല, അതും തോടും ഒക്കെ കളഞ്ഞ് തലയോടുകൂടി ചെമ്മീൻ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, എല്ലാം കുറച്ചേ മതി കേട്ടോ. നമ്മൾ കാരണം ചിക്കൻ മസാലയിലാണല്ലോ പൊരിക്കാൻ പോണത്. പിന്നെ ഇതാ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടി. പിന്നെ ഈ സെയിം ചിക്കൻ മസാല തന്നെ എടുക്കണം കേട്ടോ. ഇത് ചിക്കൻ പൊരിച്ച മസാല, കമ്പനി ഏത് വേണേലും എടുക്കാം, പക്ഷേ ഈ ഒരു മസാല തന്നെ മേടിക്കണം. ഇതിൻ്റെ പൊന്നെ, ഇതിൽ ഒരു വട്ടെങ്കിലും ഫ്രൈ ചെയ്ത് നിങ്ങളൊന്ന് കഴിച്ചു നോക്കും. പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. അത്ര രുചിയാട്ടോ. ഇതാ ഈ കളറിലിരിക്കും ഈ പൊടി. ഇതിൽ കുറേ ഗാർലിക്ക് ഇപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ആട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. തലയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടേ കയ്യെ മുള്ളു കുത്താതെ നോക്കണം. പതിയെ വേണം തിരുമ്പി പിടിപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാനിതാ എടുത്തു. ഇനി ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നത് ഞാൻ വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. മറ്റുള്ള ഓയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ടേസ്റ്റ് തോന്നുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. പിന്നെ ഓരോന്ന് പറക്കി ഇതേ മൊത്തം ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചങ്ങോട്ട് ഒന്ന് ചൂട് പിടിക്കുമ്പോഴത്തേക്കും ചുങ്ങിപ്പോവും. ഇത് കണ്ടോ, ഇങ്ങനെയാവും. എല്ലാം ആ പാത്രത്തിൽ തന്നെ കൊള്ളും. പിന്നെ ഈ ചെമ്മീൻ ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അതിൻ്റെ കളറൊന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് എടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. വേവ് കൂടും തോറും ഹാർഡായി. നല്ല മണാട്ടോ. ഈ വീട് മൊത്തം ഇപ്പം മണമാണ്. എന്നിട്ട് ഇതാ ഇനി ഇതിൻ്റെ കൂടെ ഇട്ടേക്കുന്ന കുഞ്ഞുള്ളി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടി ഇട്ട് ലാസ്റ്റ് നല്ലപോലെ ഇളക്കി ഇതാ ഈ ഒരു പരുവത്തി കോരി എടുത്തോണ്ടല്ലോ, എന്നെ ടേസ്റ്റാണെന്നറിയാം. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കാം. അത്രയ്ക്ക് രുചിയാണ്. സത്യമായിട്ട് ഞാൻ പറയാം കേട്ടോ. ഞാൻ ടേസ്റ്റ് നല്ല ചൂടുമുണ്ട്, അതുപോലെ തന്നെ നല്ല സ്വാദും ഉണ്ട് കേട്ടോ. എന്നെ രുചിയെന്ന് പറയാം, തലയ്ക്കൊക്കെ ഭയങ്കര രുചിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തോ, സിമ്പിളാണ്. ടാറ്റാ ബൈ, സീ യു.